KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയിൽ വനിതകൾക്ക് നൽകുക ഡമ്മി ടിക്കറ്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിംഗ് പോയിന്റും മാർക്ക് ചെയ്യും. 3200 ഓർഡിനറി സർവീസുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. മറ്റു ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ച് പഠനം ആരംഭിച്ചിട്ടുണ്ട്. 24 ബ്രേക്കിംഗ്. ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതെങ്ങനെയാണ് നടപ്പാക്കുക, അതിന്റെ മാനദണ്ഡങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വളരെ സജീവമായി ഉണ്ടായിരുന്നു. 15-ാം തീയതി മുതൽ എന്തായാലും നടപ്പാക്കുമെന്ന് ആവർത്തിച്ച് മന്ത്രി പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ 15-ാം നടപ്പാക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക ഓർഡിനറി ബസ്സിൽ മാത്രമാണ് എന്നതല്ലേ അതിന്റെ സ്ഥിരീകരണം? ഷഫീദ്. വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് 15-ാം തീയതി നടപ്പാക്കുമോ എന്നുള്ളതായിരുന്നു പൊതുജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്ക. എന്നാൽ അത് 15-ന് തന്നെ നടപ്പാക്കാനുള്ള തീരുമാനം ഇതിനോടകം സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. ഇന്നലെ അത് ഗതാഗത മന്ത്രി തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെ ഇത് യാഥാർത്ഥ്യമാകുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇത് നടപ്പാക്കുക എന്നുള്ളതാണ്. തമിഴ്നാട്ടിലൊക്കെ നമുക്കറിയാം ഈ സൗജന്യ യാത്രയ്ക്കുള്ള ബസ്സുകൾക്ക് നിറമൊക്കെ നൽകിയിട്ടുണ്ട്. വനിതകൾക്കുള്ള സൗജന്യ യാത്രയ്ക്കുള്ള ബസ്സുകൾക്ക് നിറമൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെയായിരിക്കില്ല. ഇവിടെ നമ്മുടെ ഓർഡിനറി സർവീസുകളിലായിരിക്കും വനിതകൾക്ക് സൗജന്യ യാത്ര നൽകുക. അതിൽ തന്നെ അവർക്കൊരു ഡമ്മി ടിക്കറ്റ്, അതായത് ഏതെങ്കിലും തരത്തിൽ ചുമ്മാ ബസ്സിൽ കയറിയിരുന്ന് അങ്ങനെ പോകാനല്ല, അവർ കൃത്യമായി എത്ര പേര് കയറുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു ഡമ്മി ടിക്കറ്റ് നൽകും. ആ ഡമ്മി ടിക്കറ്റിൽ സ്ത്രീയാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തും. സ്റ്റാർട്ടിംഗ് പോയിന്റും അതേപോലെ ഫിനിഷിംഗ് പോയിന്റും അതിൽ ഉറപ്പായും ഉണ്ടാകുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് വിവരമായി. മാത്രമല്ല മറ്റു സർവീസുകളുടെ കാര്യത്തിൽ അത് 100 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതിന്റെ റൺ എന്നുള്ളതാണ് നേരത്തെ സർക്കാർ സംവിധാനങ്ങൾ വ്യക്തമാക്കി. എന്നാൽ അതിനുശേഷം മറ്റ് സർവീസിലേക്ക് വ്യാപിക്കുന്നത് സംബന്ധിച്ച് KSRTC ഇതിനോടകം തന്നെ പഠനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ സാമ്പത്തിക ഇമ്പാക്ട് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ആ രീതിയിൽ പഠിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സൗജന്യ യാത്ര അത് പൂർണ്ണമായും വിജയത്തിലാക്കാൻ വേണ്ടി സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ ആലോചിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മൊത്തമുള്ള ഓർഡിനറി ബസ്സുകൾ, അതായത് കട്ടപ്പുറത്തടക്കമുള്ള ബസ്സുകളുടെ എണ്ണം ഏതാണ്ട് 5000-ഓളമാണ്. അതിൽ തന്നെ പല ബസ്സുകളും ഇപ്പോൾ മെയിൻ്റനൻസിന്റെ ഭാഗമായി വർക്ക്ഷോപ്പിലാണ്. ഈ സാഹചര്യത്തിൽ സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ നിലവിൽ ഇപ്പോൾ KSRTC ആലോചിക്കുന്നുണ്ട്. 500-ഓളം സ്വകാര്യ ബസ്സുകൾ അത് വാടകയ്ക്കെടുക്കും. നേരത്തെ നമുക്കറിയാം ഈ മലബാർ മേഖലയിലടക്കം ഓർഡിനറി സർവീസുകളുടെ എണ്ണം അത് കുറവാണ്. അവിടെയൊക്കെ സ്വകാര്യ ബസ്സുകളാണ് നടത്തുക. അപ്പോൾ പൂർണ്ണാർത്ഥത്തിൽ ഈ പദ്ധതി വിജയത്തിലേക്ക് എത്തിക്കാൻ ആ ഭാഗങ്ങളിൽ കഴിയില്ല. ഇതിന്റെ പശ്ചാത്തലത്തിൽ KSRTC സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് 15 വർഷം കാലാവധി കഴിഞ്ഞ KSRTCയുടെ 1917 ബസ്സുകൾക്ക് 2 തവണ കേന്ദ്ര നയം മറികടന്ന ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങൾ നൽകി. പക്ഷേ ഇനി അത് നടക്കില്ല. അതുകൊണ്ട് തന്നെ ബസ്സുകളുടെ എണ്ണം കൂട്ടണം. പുതിയ ബസ്സുകൾ വാങ്ങുന്ന കാര്യത്തിൽ ഇപ്പോൾ KSRTC സംബന്ധിച്ച് അവർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. ആ സാഹചര്യത്തിൽ കൂടി സ്വകാര്യ ബസ്സുകൾ കൂടി വാടകയ്ക്കെടുത്തായിരിക്കും ഈ KSRTCയിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര സർക്കാർ നടപ്പിലാക്കുക. ഹഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.